അപ്പുക്കുട്ടനും എവിടെ? അവർ പഞ്ചാരക്കുന്നിനും അപ്പുറത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയി. നീ എന്താ പോകാഞ്ഞേ? അയ്യോ, എനിക്ക് കുളിക്കാൻ പേടിയാ. പണ്ടൊരു മഴ വന്നപ്പോ നനഞ്ഞതാ. പൂച്ചി, നമ്മുടെ വാവെ എങ്ങനെയാ ഈ കാട്ടിലെത്തിയേ? അതൊരു കഥയാ, എനിക്കറിയാം. പൂച്ച പറയട്ടെ തത്തമ്മേ. പണ്ട് അങ്ങ് തെക്കൊരു നാട്ടീന്ന് ഒരു ആനറാഞ്ചി പക്ഷി കൊണ്ടുവന്നതാ ഈ വാവയെ. അതെ, അമ്മ അച്ഛനുമില്ലാതെ ഏതോ ഒരു വീട്ടിൽ വിശന്നു കിടന്നു കരഞ്ഞ കുഞ്ഞിനെ അതുവഴി പറന്നുപോയ ആനറാഞ്ചി പക്ഷി കണ്ടു. പിന്നെ പതുക്കെ പറന്നിറങ്ങി കുഞ്ഞിനെ വാരിയെടുത്തു. എന്നിട്ട് പറന്ന് ദാ ആ കാണുന്ന വലിയ തേക്കുമരത്തിന്റെ പൊത്തിൽ കൊണ്ടുപോയി വെച്ചു. വിശന്നപ്പോൾ കാട്ടുപഴങ്ങൾ കൊണ്ടേ കൊടുത്തു. ദാഹിച്ചപ്പോൾ താഴെ പറന്നു വന്ന് ദാ ആ പുഴയിലെ വെള്ളം കൊക്കിലെടുത്തു കുഞ്ഞുവാവയുടെ വായിലൊഴിച്ചു കൊടുത്തു. ഹോ, അത്ഭുതമായിരിക്കുന്നു. വാവ ഇച്ചിരിയും കൂടി വലുതായപ്പോ താഴെ ഇറക്കി നടക്കാൻ പഠിപ്പിച്ചു. ആനറാഞ്ചി പക്ഷി വാവയെ പാട്ടു പഠിപ്പിച്ചു. ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുത്തു. ഹോ, എന്നിട്ട് എന്തി ആനറാഞ്ചി പക്ഷി? ഒരു ദിവസം പുഴക്കരയിൽ പഴം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലവേടൻ ആനറാഞ്ചി പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തി. പാവം പിടഞ്ഞു മരിച്ചു. വേടൻ പക്ഷിയെയും കൊണ്ടുപോയി. വാവ കുറെ കരഞ്ഞു. കരച്ചിൽ കേട്ട് ഞാൻ ഓടി വന്നു. അന്നു കൂടിയതാ ഞാൻ വാവയുടെ കൂടെ. അപ്പോ നമ്മുടെ അപ്പുക്കുട്ടനോ? അത് ഞാൻ പറയാ. ആ കഥ തത്ത പറഞ്ഞോട്ടെ. അച്ഛനും അമ്മയും ഒന്നിച്ച് എങ്ങോട്ടോ യാത്ര പോയപ്പോ കൂട്ടം തെറ്റി കാട്ടിൽ വന്നതാ അപ്പുക്കുട്ടൻ. അവനന്ന് ഒത്തിരി കരഞ്ഞു. ഇപ്പോഴും സങ്കടത്തോടെ പറയും അച്ഛനെയും അമ്മയും കാണണോന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി തേക്കില കൊണ്ട് കൂടുണ്ടാക്കി ദാ അങ്ങവിടെ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും തത്തമ്മയും മാൻകുട്ടിയും മുയലും ഒക്കെയായി കൂടി, അല്ലേ പൂച്ചേ? അതെ. മാൻകുട്ടി, നീയും കുളിച്ചോ? അപ്പുക്കുട്ടനോടൊപ്പം ഒന്ന് നീന്തി കുളിച്ചു. കുറെ കിളികൾ പറന്നു വന്ന് ഞങ്ങളുടെ കൂടി കുളിച്ചു. പറന്നു പോയി. വാവേ, നമുക്ക് എന്താ പറക്കാനാകാത്തെ? അതിന് നമുക്ക് ചിറകില്ലല്ലോ. ഷോ, ഈ ചിറക് എങ്ങനെയാ ഉണ്ടാകുന്നേ? പറക്കാനാവുമായിരുന്നെങ്കിൽ ഈ തത്തമ്മയെ പോലെ എല്ലാം കണ്ട് നല്ല രസമായിരുന്നു. നിനക്ക് മരക്കൊമ്പിലിരുന്ന് ലോകം മുഴുവനും കാണാമല്ലോ. പക്ഷേ അപ്പുറത്തെ കുന്നിൻ ചരിവിലെ മധുരമാവിൽ കയറാൻ ചിറകുണ്ടെങ്കിൽ എളുപ്പം നടക്കുമായിരുന്നു. നമ്മുടെ അണ്ണാനക്കണ്ണന് പറക്കാനൊരു മോഹം. ഇത് പണ്ട് ആനയ്ക്കുണ്ടായ മോഹം തന്നെ അല്ലേ തത്തമ്മേ? ആനയ്ക്കോ? എന്നിട്ട്? വാവേ, ആ കഥ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇപ്പ വരാം. അങ്ങേക്കരയിലെ അത്തിമരക്കൊമ്പിൽ നിറയെ പഴമുണ്ട്. ആനയ്ക്ക് പറക്കാൻ വലിയ മോഹം. അവൻ 2 ചിറക് മേടിക്കാൻ ഒത്തിരി പക്ഷികളുടെ അടുത്ത് ചെന്നു. ആരും അവന് ചിറക് കൊടുത്തില്ല. എന്നിട്ട്
ഈ അപ്പുക്കുട്ടൻ ആനയും കൂട്ടി രണ്ടാം കുന്നിന് താഴെയുള്ള നെല്ലിമര കൊമ്പിലിരുന്ന് കൂടുകൂട്ടുന്ന തത്തയെ കാണാൻ പോയി. എന്നിട്ട് തത്തയും ചിറക് കൊടുത്തില്ല. അവൾക്ക് പറന്നു പോകാൻ ചിറക് വേണ്ടേ, അതാ കൊടുക്കാഞ്ഞ്. പക്ഷേ തത്തയൊരു കാര്യമേറ്റു. എന്ത് കാര്യം? തത്ത പറഞ്ഞു, ആനക്കുട്ടി, നിനക്ക് ഞാൻ ചിറകൊന്നും നേടില്ല, പക്ഷെ നിന്നെ പറക്കാൻ പഠിപ്പിക്കാം. ആനക്കുട്ടി, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. നിനക്ക് പറന്നാൽ പോരെ? എനിക്കൊന്ന് പറന്നാൽ മതി. എന്റെ ചിറകുകൾക്ക് പകരമാണ് നിന്റെ 2 ചെവികളും. ഞാൻ കുന്നിന് താഴേക്ക് പറക്കുമ്പോ നീയും 2 ചെവികളും വളരെ വേഗത്തിൽ ആട്ടിയാട്ടി പറക്കണം കേട്ടോ. അത് കൊള്ളാമല്ലോ. പക്ഷെ താഴെ വീഴുമോ തത്തമ്മേ? അതൊന്നുമില്ല. ധൈര്യമായി എന്റെ പിറകെ ചെവി ചിറകു പോലെ ആട്ടി വേഗം പറന്നു വന്നു. കൊള്ളാമല്ലോ. കഷ്ടപ്പെട്ടാൽ സാധിക്കാത്തതായി ഒന്നുമില്ല ആനക്കുട്ടി. വലിയ ആനെ പറക്കാൻ പഠിപ്പിച്ചതാരാ? ഒരു കുഞ്ഞു തത്ത. നമ്മളെക്കാൾ ചെറിയവരിൽ നിന്ന് നമുക്കൊത്തിരി പഠിക്കാനുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാ. മനസ്സിലായോ? മനസ്സിലായി വാവേ. തത്തയും അത്ര കുഞ്ഞല്ലെന്ന് അല്ലേ വാവേ? അതെ, ആരും ആരെക്കാളും ചെറുതല്ല.